ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പറേഷൻ ഓഫ് സെറ്റ്സും ലോസ് ഓൺ സെറ്റ്സുമാണ്. ഓപ്പറേഷൻ ഓൺ സെറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടെണ്ണമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്, യൂണിയനും ഇൻ്റർസെക്ഷനും. എന്താണ് യൂണിയൻ എന്ന് നോക്കാം. ഇവിടെ രണ്ട് സെറ്റുകൾ കൊടുത്തിട്ടുണ്ട്. സെറ്റ് എ ഈക്വൽ ടു 1 2 3 ആൻഡ് സെറ്റ് ബി ഈക്വൽ ടു 2 3 5. എ യൂണിയൻ ബി എഴുതുന്ന സമയത്ത് രണ്ട് സെറ്റിലെയും എലമെൻറ്റുകളെ ചേർത്ത് പുതിയൊരു സെറ്റ് എഴുതുക മാത്രമേ വേണ്ടുകയുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, എലമെൻറ്റുകൾ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഇവിടെ രണ്ട് സെറ്റിലെയും എലമെൻറ്റ്സ് ചേർത്ത് എഴുതിയിരിക്കുന്നുണ്ട്. 1 2 3 5 രണ്ടിലും ഉള്ളത് എഴുതിയിട്ടുണ്ട്. ഒരു എലമെൻറ്റും റിപ്പീറ്റ് ചെയ്തിട്ടുമില്ല. ഇനി രണ്ടാമത്തെ ഓപ്പറേഷനാണ് ഇൻ്റർസെക്ഷൻ. നേരത്തെ തന്ന സെറ്റ് തന്നെ പരിഗണിക്കാം. എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു 2, 3. അതായത് രണ്ട് സെറ്റിലും ഒരുപോലെ വരുന്ന എലമെൻറ്റുകളെയാണ് ഇൻ്റർസെക്ഷനിൽ എഴുതേണ്ടത്. ആ രണ്ട് സെറ്റിലും ഒരുപോലെ വന്നത് 2ഉം 3ഉമാണ്. അതുകൊണ്ടാണ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു 2, 3 എന്ന് എഴുതിയത്. ഇതാണ് യൂണിയനിൻ്റെയും ഇൻ്റർസെക്ഷനിൻ്റെയും സിമ്പിൾസ്. യൂണിയനും ഇൻ്റർസെക്ഷനും ഒന്നുകൂടി ഡിസ്കസ് ചെയ്താൽ, യൂണിയൻ രണ്ട് സെറ്റുകളുടെയും എഴുതുമ്പോൾ എല്ലാ എലമെൻറ്റും എഴുതണം, റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഇൻ്റർസെക്ഷൻ രണ്ട് സെറ്റുകളുടെ എഴുതുന്ന സമയത്ത് രണ്ടിലും കോമണായി വരുന്ന എലമെൻറ്റ്സ് മാത്രം എടുത്തെഴുതുന്നു. യൂണിയനും ഇൻ്റർസെക്ഷനും വരുന്ന കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ഇവിടെ രണ്ട് സെറ്റുകൾ കൊടുത്തിട്ടുണ്ട്. സെറ്റ് എ ഈക്വൽ ടു 5 10 15 20 25 30 ആൻഡ് സെറ്റ് ബി ഈക്വൽ ടു 10 20 30 40 50. എ യൂണിയൻ ബി എഴുതുന്ന സമയത്ത് രണ്ടിലെയും എലമെൻറ്റ്സിനെ ചേർത്ത് പുതിയൊരു സെറ്റ് ഉണ്ടാക്കി എഴുതുക. ആൻഡ് എ ഇൻ്റർസെക്ഷൻ ബി എഴുതുന്ന സമയത്ത് രണ്ട് സെറ്റിലും കോമൺ ആയി വരുന്ന എലമെൻറ്റ്സ് മാത്രം എഴുതുക. അതായത് 10 20 30 ആണ് ഇവിടെ കോമൺ ആയി വരുന്നത്, അതെടുത്ത് സെറ്റ് എഴുതുക. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ലെസ് ദാൻ 11 ആൻഡ് എക്സ് ബിലോങ്സ് ടു എ നാച്ചുറൽ നമ്പർ ബി ഈക്വൽ ടു 2 3 5 7. അപ്പോൾ എ യൂണിയൻ ബി എഴുതുന്ന സമയത്ത് രണ്ടിലും ഒരുപോലെ വരുന്നതല്ല എഴുതേണ്ടത്, രണ്ടും കൂടി ചേർത്ത് പുതിയൊരു സെറ്റ് എഴുതുക. അത് 1 2 3 4 5 6 7 8 9 10 11 എഴുതാഞ്ഞ കാരണം എക്സ് ലെസ് ദാൻ 11 ആണ്. ഓക്കെ. ആൻഡ് എ ഇൻ്റർസെക്ഷൻ ബി എഴുതുന്ന സമയത്ത് രണ്ടിലും കോമൺ ആയി വരുന്നത് അത് 2 3 5 7 ആണ്. അതുകൊണ്ടാണ് എ ഇൻ്റർസെക്ഷൻ ബി 2 3 5 7. യൂണിയനും ഇൻ്റർസെക്ഷനെ കുറിച്ച് നമ്മൾ ഇത്രയുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോസ് ഓൺ സെറ്റ്സ് ആണ്. സെറ്റുകളെ പറ്റി ധാരാളം നിയമങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 4 നിയമങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കമ്മ്യൂട്ടേറ്റീവ് ലോ, ഐഡൻറ്റിറ്റി ലോ, ഇഡംപൊട്ടൻറ്റ് ലോ, ലോ ഓഫ് യൂണിയൻ. അവ ഓരോന്നും എന്താണെന്ന് അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. ആദ്യത്തേതാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ. അത് എ യൂണിയൻ ബിയും ബി യൂണിയൻ എയും സെയിം ആണ്. അതായത് എ യൂണിയൻ ബിയും ബി യൂണിയൻ എയും എഴുതി. അതായത് രണ്ട് സെറ്റുകൾ തന്നു, അതിൽ രണ്ടിലും ഒരുപോലെ വരുന്നതല്ല, രണ്ട് സെറ്റും കൂടി ചേർത്ത് എഴുതുന്ന സമയത്ത് നമുക്ക് ഒരേ സെറ്റിലെ എലമെൻറ്റ്സ് തന്നെയാണ് കിട്ടുന്നത്. അതാണ് ആ നിയമം. ആൻഡ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു ബി ഇൻ്റർസെക്ഷൻ എ. അതായത് രണ്ട് സെറ്റിലെയും എലമെൻറ്റ്സ് കോമൺ ആയിട്ട് വരുന്നത് എടുത്ത് എഴുതിയാൽ രണ്ടും സെയിം ആണ് വരുന്നത്. രണ്ടാമതായി ഐഡൻറ്റിറ്റി ലോ. എ യൂണിയൻ നൾ സെറ്റ് ഈക്വൽ ടു എ ആൻഡ് എ ഇൻ്റർസെക്ഷൻ നൾ സെറ്റ് ഈക്വൽ ടു നൾ സെറ്റ്. അതായത് എയിലെയും നൾ സെറ്റിലെയും എലമെൻറ്റ്സിനെ ചേർത്ത് പുതിയ സെറ്റ് എഴുതി കഴിഞ്ഞാൽ എ തന്നെ കിട്ടും. എയിലെയും നൾ സെറ്റിലെയും എലമെൻറ്റ്സിൽ കോമൺ ആയിട്ട് വരുന്നത് നൾ സെറ്റ് മാത്രമാണ്. എ ഇൻ്റർസെക്ഷൻ നൾ സെറ്റ് ഈക്വൽ ടു നൾ സെറ്റ്. അതാണ് ഐഡൻറ്റിറ്റി ലോ. അടുത്തതാണ് ഇഡംപൊട്ടൻറ്റ് ലോയും യൂണിയൻ ലോയും. ഇഡംപൊട്ടൻറ്റ് ലോ പറയുന്നത് എ യൂണിയൻ എ തന്നെയാണത്. എയിലെയും അതേ സെറ്റ് എയിലെയും എലമെൻറ്റ്സിന് ചേർത്ത് എഴുതി കഴിഞ്ഞാൽ എ തന്നെ കിട്ടും. ആൻഡ് എ ഇൻ്റർസെക്ഷൻ എ ഈക്വൽ ടു എയിലെയും എലമെൻറ്റ്സിൽ കോമൺ ആയിട്ട് വരുന്നത് എ തന്നെയാണ്. അതാണ് ഇഡംപൊട്ടൻറ്റ് ലോ. യൂണിയൻ ലോ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റ് യൂണിയൻ എ ഈക്വൽ ടു യൂണിവേഴ്സൽ സെറ്റ് ആൻഡ് യൂണിവേഴ്സൽ സെറ്റ് ഇൻ്റർസെക്ഷൻ എ ഈക്വൽ ടു എ. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് ഒരു വലിയ സെറ്റാണ്. അതിൻ്റെ അകത്താണ് ചെറിയ ചെറിയ സെറ്റുകൾ വരുന്നത്. ഇതിൻ്റെ മീനിങ് ഇങ്ങനെയാണ്: യൂണിവേഴ്സൽ സെറ്റിലെയും എ എന്നുള്ളൊരു സെറ്റ് എടുത്താലും അതിൽ രണ്ടിനെയും കൂടി ചേർത്ത് എഴുതുന്ന സമയത്ത് വലിയ യൂണിവേഴ്സൽ സെറ്റ് തന്നെ കിട്ടും. ആൻഡ് യൂണിവേഴ്സൽ സെറ്റിലും എ എന്നുള്ളൊരു സെറ്റ് എടുത്താലും അതിൽ കോമൺ ആയിട്ട് വരുന്നത് എ എന്നുള്ള സെറ്റാണ്. കാരണം എ എന്നുള്ളത് യൂണിവേഴ്സൽ സെറ്റിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റ് ഇൻ്റർസെക്ഷൻ എ എന്ന് പറയുന്നത് എ തന്നെ ആയിരിക്കും. ഓപ്പറേഷൻ ഓൺ സെറ്റ്സും ലോസ് ഓൺ സെറ്റ്സുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യുക. ആൻഡ് താങ്ക് യു.